പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്.
നീ എവിടെ പോയാലും ഞാൻ നിനക്ക് ഉണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നിക്കോദേമോസിനോടാണ് ആദ്യം സംസാരിക്കുന്നത്. എന്താണ്? ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്. എന്നിട്ട് ഈ ഇവിടെ വിഷയത്തിൽ ഞാൻ നിക്കോദേമോസിനെ കുറിച്ച് പറയുമ്പോൾ ജഡമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ട് വരണതേ. അതാണ് വിഷയം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജഡം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം ഇപ്പോഴാണ് ഈശോ. അത് നിക്കോദേമോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അതായത് ഈ കൽപ്പന ടെക്നിക്കലായിട്ട് കൽപ്പന പാലിച്ചു, അതിൻ്റെ അരൂപി അതാണ് ഈശോ അതിൻ്റെ അരൂപിയെ ഈശോ കൽപ്പനയുടെ ജിസ്റ്റ് എടുത്തിട്ട് അരൂപിയാണ് പറയണത്. എന്താണ്? എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള സംഭവത്തിന് അതാണ് അരൂപി എന്ന് പറയണത്. ഇവർ അത് വിട്ട് കളഞ്ഞിട്ട് ഇവർക്ക് സ്വർഗം അടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പനകളെ അത് കൂടുതൽ ഭാരപ്പെട്ടതാക്കിയിട്ട് അവർക്ക് മാത്രം അത് പാലിക്കാൻ പറ്റുന്ന രീതി കൽപ്പനകൾക്ക് വ്യാഖ്യാനപ്പിരിവ് നൽകിയിട്ട് ഇവരത് പാലിച്ച് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ഈശോ ജഡമെന്ന് വിളിക്കുക. എന്നിട്ട് പറയും, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി ജഡമായിട്ട് ജീവിക്കും. ജഡമാണ് ഈ ജഡത്തിൻ്റെ നമ്മൾ ശരിക്കും സഭയിലെ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് സങ്കടകരമായൊരു തിരിച്ചറിവാണ്. ഈ 50 അല്ലെങ്കിൽ 60% ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ കാണുന്നതും അവരുടെ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ദൈവത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു നടപ്പാത നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട്, നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പോകാൻ വേണ്ടിയാണ്, വാഹനത്തിന് പോകാനല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവത്തിന് സൈഡ് ചേർന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ കാര്യമായിട്ട് നടന്നോളും. ഈ വാഹനങ്ങൾ പോണ നടുക്കൂടിയാണ്. അവിടെ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ആക്രാന്തങ്ങളും ഇതെല്ലാം മെയിൻ സ്ട്രീമിലാണ് പോണത്. അതുകൊണ്ടാണ് അതിനാണ് ജഡമെന്ന് പറയുന്നതിൻ്റെ കാരണം. നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇയാളെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യാനതെന്ന് ഓർത്തേക്കണം. നിക്കോദേമോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവിടെ. അപ്പം നിക്കോദേമോസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക്. ഇനി ഓരോരുത്തരുടെ ഈശോ എടുത്തെടുത്ത് ട്രീറ്റ് ചെയ്യണത് കാണാം. ഇപ്പം 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈശോ സമരക്കാരത്തെ ട്രീറ്റ് ചെയ്യും. 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ബെത്സൈദ കുളത്തിലെ രോഗിയെ ട്രീറ്റ് ചെയ്യും. ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ദിവ്യകുർബാനയുടെ ഡിസ്കോഴ്സിലേക്ക് പോണത്. അപ്പോൾ വളരെ ചിട്ടപ്പെടുത്തിയാണ് യോഹന്നാൻ അത് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമുക്ക് ഈ ടോക്കിന് പരിമിതികളുണ്ട്. ഈ അച്ഛൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ് അച്ഛൻ്റെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് രാവിലെയുള്ള ശുശ്രൂഷ കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഉപവസിച്ചും രാത്രി പ്രാർത്ഥിച്ചും വെളുപ്പ് എഴുന്നേറ്റ് പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിവിടെ കർത്താവിൻ്റെ അടുത്ത് എൻ്റെ മുറിയുടെ മുകളിൽ ഈ സൈലൻ്റ് സെനക്കളെന്നും പറഞ്ഞ് വളരെ നിശബ്ദമായി ഇരുട്ട് കുത്തിയ ഒരു ദിവ്യകാരുണ്യ ആരാധന സങ്കേതമുണ്ട്. അവിടെ ലൈറ്റൊന്നുമില്ല. അവിടെ മണിക്കൂറുകളോളം ഞങ്ങൾ ഇരിക്കും. സ്റ്റാഫ് എല്ലാം ഇരിക്കും, അരമണിക്കൂർ. അപ്പം ഞാൻ 2-3 സമയത്ത് അവിടെ പോയി ഇരിക്കും. അതുപോലെ അങ്ങനെ കർത്താവുമായിട്ട് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചാണ് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഒരു വയറന്മാരായിട്ട് പോകരുത്. മറിച്ച് കർത്താവ് പറഞ്ഞ പോലെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണ്. അപ്പം ജഡികമായിട്ട് തന്നെ പോയാൽ നമ്മൾ ജഡികമായിട്ട് തന്നെ മരിക്കും.
അതുകൊണ്ട് പെന്തക്കോസ്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മാവിൽ വളരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജഡത്തെ പാകപ്പെടുത്തുകയും ചെയ്യണം. അപ്പം ആത്മാവിന് ജഡത്തെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ കൽപ്പനകളെല്ലാം വന്നത്. ജഡത്തെ പാകപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്ലും ഒരു കാറ്റും തമ്മിൽ വല്ല മാർഗമുണ്ട്. അപ്പോൾ തമ്മിൽ തണ്ണി രണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്, ജഡത്തെ പാകപ്പെടുത്താൻ ഈശോ പറഞ്ഞു വെച്ചാൽ ദൈവം ആത്മാവാണെന്നതിൻ്റെ നമ്മൾ വായിച്ചില്ലേ 4:24 യോഹന്നാൻ്റെ സുവിശേഷം. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പം ഈ ആത്മാവായ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡമായ മനുഷ്യന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ മെറ്റീരിയലാണല്ലോ, ഈ മെറ്റീരിയലിന് ദൈവം ഡിവിനൈസ് ചെയ്തെടുക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലെടുക്കും. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഈ 3:16 പറയണത്. തൻ്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം നമ്മൾ ഓർക്കും, ഈ ഏകജാതനിലൂടെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം ഈ നമ്മളിലേക്ക് ഇപ്പോൾ കറണ്ട് കടത്തി വിടുന്ന പോലെ ദൈവസ്നേഹം കടത്തി വിട്ടിട്ട് ഈ മെറ്റീരിയലിനെ ശരിക്കും സ്പിരിച്വലൈസ് ചെയ്താണ് ഈ കണ്ടത്. മെറ്റീരിയലിന് അപ്പം നമ്മളിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളാകുന്ന ജഡം മെറ്റീരിയലിന് സ്പിരിച്വലൈസ് ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ ആകും. അല്ലെങ്കിൽ ജഡം ജഡമായിട്ടിരിക്കും, ദൈവം ദൈവമായിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്കുള്ള ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും ആത്മാവിനെ നിറയാനും വളരാനുള്ളൊരു മാർഗം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ ജഡമായ എന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നതിന് ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ രഹസ്യമായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ സാക്ഷിയായി ആ സ്നേഹം കൈമാറുന്ന സാക്ഷിയായി എന്നെ വളർത്തി പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് എന്നെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പരിശുദ്ധ ദൈവം മാതാവ് ജീവനോട് ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ ദൈവം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി. ഇത് എൻ്റെ മകൾ ഏഞ്ചലീന. ഞാൻ എറണാകുളം ജില്ലയിലെ തദ്ദേവസ്പുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മോൾക്ക് ചെറുപ്പം മുതൽ തന്നെ എല്ലാ മാസവും പനിയും ചുമയും വരുമായിരുന്നു. പനി വന്ന് ഉടനെ തന്നെ ചുമ, അതൊരു 10-20 ദിവസത്തോളം തന്നെ നീണ്ടു നിൽക്കുമായിരുന്നു. നെബുലൈസേഷനും ആൻറ്റിബയോട്ടിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാം മാറിയിരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മോളുടെ പനി കുറേശ്ശെ കുറയുകയും അത് വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ചുരുങ്ങുകയും ചെയ്തു. ഇപ്പോൾ 2 വർഷമായിട്ട് മോൾക്ക് ഒരു അസുഖവുമില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, നേർച്ച വസ്തുക്കൾ അവൾക്ക് ഉപയോഗിച്ചിരുന്നു. എല്ലാ ദിവസവും ഞാൻ അവൾക്ക് തൈലവും
ഉപ്പും തേനും എല്ലാം കൊടുത്തിരുന്നു. അത് അങ്ങനെ ഈശോ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോൾക്ക് നൽകിയത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 3-ാമത്തെ ഉടമ്പടിയിൽ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ എഴുതിയിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയപ്പോൾ കുർബാന തുടങ്ങി അതിൻ്റെ അവസാനം വരെ മാതാവിൻ്റെ സാന്നിധ്യം, അതായത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ ഇടത്ത് വശത്ത് നിന്നും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 10-20 വർഷത്തോളമായി എനിക്ക് ഇടത്തെ കാല് ഭയങ്കര വേദനയായിരുന്നു. വേദന കൂടി വന്നു കഴിഞ്ഞപ്പോൾ പെയിൻ കില്ലറെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വേദന കൂടി അതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഇടുപ്പിനും തേയ്മാനമാണ്, ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു 7 ദിവസം ചെയ്തു. എന്നിട്ടും വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഖണ്ഡ ജപമാല റാലി ഒക്ടോബറിൽ വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ച് അഖണ്ഡ ജപമാല റാലിക്ക് പോയി. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് തന്നെ ഞാൻ നടന്നു. അങ്ങനെ ആ ജപമാല റാലിക്ക് ശേഷം എൻ്റെ കാലുവേദന മൊത്തത്തോടെ മാറി. ഇതേവരെ എനിക്കൊരു പെയിൻ കില്ലർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മകൾ, അവൾ 10ാം ക്ലാസ്സിലായിരുന്നു. പഠിക്കാനായിട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ കാശുരൂപം കൊടുക്കുകയും ചെയ്തു. ഞാനത് മോൾക്ക് തൈലം തേച്ച് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് കാശുരൂപം പിടിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം യൂസ് ചെയ്ത് അവൾ പരീക്ഷയ്ക്ക് പോവുകയും അവൾക്ക് SSLCക്ക് 78.6% മാർക്ക് ലഭിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇത് സാധിച്ചത്. പിന്നെ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും വിശുദ്ധ തൈലം തേച്ച് വിശുദ്ധ ഉപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പേപ്പറെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള എല്ലാവർക്കും ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ റൂബി ജോഷി എന്ന ഈ മകൾ തൻ്റെ മകളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്, 4 വയസ്സ് മുതലുള്ള മകളുടെ പനിയും ചുമയും അവരെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ മകൾക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വിശ്വാസ പ്രയോഗം മൂലം മകളുടെ പനി പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്നാണ് അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. കൂടെ നടക്കുന്ന അമ്മ, സഞ്ചാരി മാതാവ്, ഒരു ദിവ്യബലിയിൽ മൊത്തം ഈ മകളുടെ റൂബിയുടെ കൂടെ നിന്ന് ആ ദിവ്യബലി അർപ്പിച്ച് ആ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ റൂബിയെ അറിയിച്ചു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ എൻ്റെ പുത്രനായ തിരുക്കുമാരനെ അറിയിക്കുന്നു എന്നുള്ള ഒരു വലിയ സാമീപ്യം റൂബിക്ക് ലഭിച്ചതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകണം. ദിവ്യബലിയിൽ ഈശോ എൻ്റെ നാവിലലിയുമ്പോൾ എനിക്കത് മനസ്സിലാകണം. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാം ഉൾക്കൊള്ളുമ്പോൾ അത് എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നു, എൻ്റെ ജീവിതത്തിൽ ഈശോ വന്നിറങ്ങുന്നു എന്നുള്ള ആ അനുഭൂതിക്ക് വേണ്ടി നാം എല്ലാവരും കാത്തിരിക്കുന്നവരാണ്. ഈ റൂബി എന്ന മകൾക്ക് അത് ലഭിച്ചതിനായിട്ട് വലിയ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഒരു അസാധ്യമായ ഒരു കാര്യമാണ് 10 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഇടുപ്പിലെ തേയ്മാനത്തോടുകൂടി ഭയങ്കര വേദന. അത് എത്ര തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊന്നും മാറാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള നമ്മുടെ ജപമാല റാലിയിൽ നടന്നുകൊണ്ടുള്ള ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ പൂർണ്ണമായും വേദന സൗഖ്യപ്പെട്ടു എന്ന് ഏറ്റുപറയുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് ഇന്ന് മകൾ 10ാം ക്ലാസ് പരീക്ഷയിൽ 78% മാർക്കിൽ കൂടുതൽ പ്രാപിച്ചുകൊണ്ട് എൽത്താരയിൽ കയറി ഇന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഈശോ നമ്മെ സ്പർശിക്കുന്നതാണ്.
ഒരിക്കൽ നാം ഈശോയെ തിരിച്ചറിഞ്ഞാൽ, ഈശോ നമ്മെ സ്പർശിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഈശോയെ തൊടാനുള്ള നമ്മുടെ ആഗ്രഹവും ഈശോയെ അനുഭവിക്കുവാനുള്ള നമ്മുടെ തീക്ഷ്ണതയും എന്തുമാത്രമുണ്ടെന്നാണ് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. റൂബി ജോഷി എന്നീ സഹോദരിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈശോ കൂടെ സഞ്ചരിക്കുന്നുവെന്നും ഈശോ എന്നിൽ അലിഞ്ഞു ചേരുന്നുവെന്നും ഈശോയെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചുവെന്നും ഇന്ന് ഈ മകൾക്ക് മനസ്സിലായിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, മക്കൾക്ക് പഠിക്കാനുള്ള സാധ്യതകളായിട്ടുള്ള അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും അവസ്ഥകൾ പോരായ്മകളായി വരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും രോഗാവസ്ഥകളെയും, ആശുപത്രിയിൽ കഴിയുന്നവരായാലും വീടുകളിൽ കഴിയുന്നവരായാലും പരിചരിക്കാൻ ആരുമില്ലാതെ കഴിയുന്നവർ, ഇങ്ങനെ ഒരുപാട് മക്കൾ ഇന്ന് വേദനയും രോഗവും മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. അലർജി രോഗം മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ അസ്വസ്ഥതകളാലും കഷ്ടപ്പെടുന്നവരുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റൂബി ജോഷിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടിയോടെ നന്ദി പറഞ്ഞ് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കൃപാസന മാതാവിന് 1000 നന്ദി. എനിക്കൊരു ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഒരു സഹോദരി എനിക്ക് കൃതാസമം പത്രം തന്നത്. പത്രം തരുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, ചേച്ചി ഇത് കൃത്യമായിട്ടും വായിക്കണം എന്ന്. അങ്ങനെ ഞാൻ അതപ്പം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇത് മുഴുവനും കൃത്യമായും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ആ ഒരു എൻ്റെ വീട് പണിയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് നല്ലൊരു വീട് പണിത് തരണമെന്ന് ഞാൻ മാതാവിന് അപേക്ഷിച്ചു, പ്രതിജ്ഞ എടുത്തു. അത് കഴിഞ്ഞ് വീട് പണിയായിട്ട് 5 വർഷമായിട്ട് തറ കെട്ടി കിടക്കായിരുന്നു. യാതൊരു മാർഗ്ഗവും എനിക്ക് വീട് പണിയാനുണ്ടായിരുന്നില്ല. പല തടസ്സങ്ങൾ കാരണം കൊണ്ട് അത് പണിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കില്ല, മാതാവിനെ പ്രതിജ്ഞ എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി ഞാൻ ഒരു ദിവസം ഇവിടെ വരികയും മാതാവിനോട് വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പോയി, മാതാവേ എനിക്കിത് സാധിപ്പിച്ച് തരികയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട് പണിയാനായിട്ടുള്ള എല്ലാ വക സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഞങ്ങളുടെ പള്ളിയിൽ നിന്നും മറ്റെല്ലാവരിൽ നിന്നും കിട്ടി. അത് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയി. 3-ാമത്തെ ദിവസം എന്നെ അന്വേഷിച്ചൊരു കൂട്ടർ വന്ന് പറഞ്ഞു, ചേച്ചി അപ്പോൾ എനിക്കിത്തിരി പൈസയുടെ ബുദ്ധിമുട്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ടൊരു വ്യക്തി കണ്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിക്ക് ഇത്തിരി പൈസ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു. ഇത്ര ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് എന്നെ പറഞ്ഞു, ചേച്ചിക്ക് 1,00,000 രൂപയാണ് ഞാൻ തരാൻ പോണത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു, കൃപാസന മാതാവേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീട് പണിക്ക് എല്ലാം റെഡിയായി വന്ന് ഞാൻ എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ എനിക്ക് 4 മാസം എടുത്തു വീട് പണി പൂർത്തീകരിക്കാനായിട്ട്. പലവരുടെയും പള്ളിയിൽ നിന്നും ഒരു സഹായവും എനിക്കുണ്ടായിരുന്നു. ആ സഹായത്താലും മറ്റുള്ളവരുടെ സഹായത്താലാണ് എനിക്കൊരു വീട് പണിത് കിട്ടിയത്. അതിലും ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് വീട് പണി കഴിയാതെ 5 വർഷത്തോളം കിടന്ന ഇതാണ്. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 3.5 മാസത്തിനുള്ളിൽ എൻ്റെ വീട് പണി പൂർത്തിയായി. 4-ാം മാസം കഴിഞ്ഞ മാസത്തിലാണ് ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ച്. ഇന്നലേക്കൊരു മാസം തികയാണ് എൻ്റെ വീട് പണി നടന്നു കിട്ടും. നല്ല മനോഹരമായ വീടാണ് എനിക്ക് മാതാവ് ഈശോയോട് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്ന് പറഞ്ഞതുപോലെ അത്രയും മനോഹരമായൊരു വീടും എല്ലാ സൗകര്യങ്ങളോടും കൂടി എനിക്ക് വീട് ഒരുക്കി തന്നു. അതിനൊരു 1000 നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയാണ്. അത് കൃപാസനം പത്രം വഴിയാണ്. ആ പത്രം ഞാൻ ഇതിക്ക് മുമ്പ് വായിച്ചിരുന്നെങ്കിലും അത് വായിക്കും, അവിടെ വയ്ക്കും, അങ്ങനെയായിരുന്നു. ഇത് അത്രയും ആത്മാർത്ഥമായി പ്രതിജ്ഞ എടുത്താവാം, അത് എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ പതിച്ചതാണ്. ആ പ്രകാരം താണ് എനിക്കിത് കിട്ടിയത്. മാതാവിനോട് ഒരുപാട് നന്ദി. അതുകൊണ്ട് ഞാൻ വീണ്ടും കൃപാസനത്തിൽ 2-ാമത്തെ ഉടമ്പടി എടുത്തു പോയി. അടുത്ത മാസം 3-ാമത്തെ ഉടമ്പടിയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നന്ദി മാതാവിനെ, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തിരുന്നു. ഇവിടുന്ന് പത്രം കൊണ്ടുപോയി അത് ഞാൻ എല്ലായിടത്തും പോയി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനാഥാശ്രമങ്ങളിൽ ചെല്ലും, അവരുടെ റൂമുകൾ കഴുകി വൃത്തിയാക്കുക, അവരുടെ പ്ലേറ്റുകൾ വൃത്തിയാക്കുക, അങ്ങനെയുള്ള ചെറുവക രീതി കൂടെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയിലാണെങ്കിലും ഞാൻ അത്യാവശ്യം അവിടെ വേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാത്തിനും ഈശോയോട് നന്ദി പറയുന്നു, കൃപാസന മാതാവിനോട് നന്ദി പറയുന്നു. പ്രഭാഷകൻ 51:12 അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ എന്നും വാഴ്ത്തും.
ജയ വർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മോട് സൂചിപ്പിച്ചു. 5 വർഷമായി ഭവനത്തിൻ്റെ അടിത്തറ കെട്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ ഏറെ സാമ്പത്തിക ഞെരുക്കത്തിലും കഷ്ടതയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രം, അത് സഹോദരി പറയുന്നത്, വായിക്കുവാൻ എനിക്ക് പ്രയാസമുള്ള വ്യക്തിയാണ്, എങ്കിലും വള്ളിപുള്ളി വിടാതെ ഞാൻ ഈ പത്രം മുഴുവനും വായിക്കും. അമ്മയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ അറിയിക്കണം. അതായിരുന്നു മകളുടെ ആദ്യത്തെ നിയോഗം. വീടിനകത്ത് തന്നെ ഇരുന്ന് കൃപാസനം പത്രം വള്ളിപുള്ളി വിടാതെ വായിക്കുവാൻ തീരുമാനിച്ച് അതൊരു പ്രാർത്ഥനയായും അമ്മയുടെ മുമ്പിൽ ഒരു ത്യാഗമായും സമർപ്പിച്ച് അമ്മയുടെ സാന്നിധ്യത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കുന്നു ആ രീതിയിൽ നമുക്ക് തിരികെ അതിൻ്റെ ഫലമുണ്ടാവുന്നു. നമുക്ക് കാഷ്വലായിട്ടാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ കാഷ്വലായിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ നമുക്കതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു കാര്യത്തെ അതീവമായ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ നമുക്ക് അതിനടുത്ത തിരികെയുള്ള റിട്ടേൺ നമുക്ക് ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃപാസനം പത്രം ചിലപ്പോഴെങ്കിലും ലഭിക്കുമ്പോൾ നമ്മൾ കരുതും, അവിടെ പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി, അതുകൊണ്ട് ഇത്രയും പത്രം കയ്യിൽ കിട്ടി, ഇനി ഇതെങ്ങനെയെങ്കിലും കൊടുത്തു തീർത്ത് ഒരെണ്ണം വീട്ടിൽ പോലും വായിക്കാതെ മുഴുവനും കൊടുത്തു തീർത്താൽ അത്രയും ആശ്വാസമായെന്ന് ചിലരെങ്കിലും കാണാറുണ്ട്, കരുതാറുണ്ട്. അത് വളരെ അപകടകരമായ ഒരു രീതിയല്ലേ? നമുക്ക് വിശ്വാസമില്ലാത്തത്, നമുക്ക് വായിക്കുവാൻ വേണ്ടി വിശ്വസ്തതയില്ലാത്തത്, നമുക്ക് പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? നമ്മളെ തന്നെ ആത്മവഞ്ചകരായി മാറ്റുകയാണ്. മറിച്ച് നമ്മളത് വിശ്വാസത്തോടെ സ്വീകരിക്കുകയും, എത്രയോ മക്കൾ അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് പറയും, ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം തൈലം പൂശി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ട കരങ്ങളിലേക്ക് എത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചത് കൊടുക്കുമ്പോൾ അത് ഉചിതമായ കരങ്ങളിലെത്തുകയും ഞങ്ങളുടെ നിയോഗത്തിന് മേൽ സമയച്ചുരുക്കത്തിൽ അമ്മ ഇടപെടുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് ഓർക്കണം, നാം കൈമാറുന്ന ഓരോ പത്രവും ഓരോ ദൈവിക സന്ദേശമാണ്. അത് ആകെ തകർന്നിരിക്കുന്ന വഴിയൊന്നുമില്ലാതിരിക്കുന്ന ഒരു ജീവിതത്തിന് ഒരു പുതിയ പ്രകാശവും പുതിയ വഴിയും വിട്ടുവാൻ വേണ്ടി ദൈവം കടന്നു ചെല്ലുന്ന വഴിയായിരിക്കും. അതാണ് ഈ അമ്മ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആ പത്രം കൊണ്ടുവന്ന് അതിനു മുമ്പ് പലതവണ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ പോലും അത് സീരിയസ് ആയി എടുത്തിട്ടില്ല. കിട്ടുന്നത് മടക്കി വെക്കുകയോ ചിലപ്പോൾ അടപ്പി കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമൊന്നും അതിന് വലിയ വില നോക്കിയിട്ടില്ല. പക്ഷേ ഒരിക്കൽ അതിനെ ആദരവോടെ സ്വീകരിക്കുകയും കുടുംബത്തിനത് സ്നേഹത്തോടു കൂടി വായിക്കുകയും അത് പ്രാർത്ഥനയായി അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അതാണ് അമ്മ പറയുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി ജീവിതം കൊടുത്ത് തിരികെ പോകുമ്പോൾ എനിക്കൊരാൾ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സഹായിക്കാൻ ചെറിയൊരു സഹായം തരുന്നു. അമ്മ 10,000-ഉം 5,000-ഉം 20,000-ഉം പ്രതീക്ഷിച്ചു. അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ കൂട്ടിയാൽ കൂടാത്തതാണ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അമർത്തി കുലുക്കി നിറച്ചളന്ന് ദൈവം കൊടുക്കുന്നതിന് ഒരിക്കലും പരിമിതിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ആദ്യത്തെ 1,00,000 രൂപ അമ്മയ്ക്ക് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കൊടുക്കുന്നത്. അത് ചെയ്തു തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ പണ്ടെപ്പോഴോ കൊടുത്തൊരപേക്ഷ, പള്ളിയിൽ ഒരനക്കവുമില്ലാതെ പള്ളിയിൽ കിടന്നിരുന്നൊരപേക്ഷ, അതവിടെ പരിഗണിക്കപ്പെടുകയും അമ്മയ്ക്ക് അതും സഹായമായി തീരുകയും മറ്റു പലരും അമ്മയുടെ ഭവന നിർമ്മാണത്തിന് സഹായിക്കുകയും നിസ്സാരമായി ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഒരു ബലവത്തായ ഭവനത്തിൻ്റെ സുരക്ഷിതത്വമായി അമ്മയ്ക്ക് മാറുകയാണ്. പ്രിയമുള്ളവരെ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ജീവിക്കേണ്ടതുപോലെ ഉടമ്പടി ജീവിച്ചാൽ മതി. അമ്മ അരികിലുണ്ട്, ഈശോ അനുഗ്രഹിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി തൻ്റെ സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മ മാതാവ് ഈശോയിൽ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, സമയച്ചുരുക്ക അനുഗ്രഹത്തിന്, ഒന്നുമില്ലായ്മയിൽ വലിയ നന്മ ഒരുക്കി കൊടുത്ത ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.